നമസ്കാരം. സാധാരണയായി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾക്ക് ഒരു ഫിക്സഡ് സം ഇൻഷുർഡ് ഉണ്ടാവും. 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം ഇങ്ങനെ മേളിലോട്ടായിരിക്കും ഇത് പോകുന്നത്. ഈ തുകയ്ക്ക് ഉള്ളിലുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ബില്ല് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഒരു സം ഇൻഷുർഡിന് മുകളിലുള്ള ഒരു തുകയാണ് വരുന്നതെങ്കിൽ ആ എമൗണ്ട് നമ്മൾ കയ്യിൽ നിന്ന് തന്നെ അടയ്ക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട്. നിവാബൂപ്പ ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിവാബൂപ്പ റീഅഷ്യൂർ 3.0 എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഒരു ഗെയിം ചേഞ്ചിങ് പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ അൺലിമിറ്റഡ് സം ഇൻഷുർഡ്. മുമ്പേ ഞാൻ പറഞ്ഞു 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം ഇങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത ഈ സം ഇൻഷുർഡ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതായത് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ഒരിക്കലും തീർന്നു പോകുന്നില്ല. എത്രയാണെങ്കിലും അത് കമ്പനി വഹിക്കും. എത്രയാണെങ്കിൽ എന്ന് മാത്രമല്ല, ഒരു വർഷത്തിൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ശരിക്കും അൺലിമിറ്റഡ് എന്ന് തന്നെ പറയാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിവാബൂപ്പ റീഅഷ്യൂർ 3.0 എന്ന പ്ലാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, ആർക്കൊക്കെ ഇത് എടുക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് ലഭ്യമായ വളരെ ശക്തമായ പ്രോഡക്റ്റുകളിൽ ഒന്ന് തന്നെയാണ് നിവാബൂപ്പ റീഅഷ്യൂർ 3.0. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ആരംഭിക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, നിവാബൂപ്പ റീഅഷ്യൂർ 3.0യിൽ 4 വേരിയൻറ്റുകളാണ് ഉള്ളത്. ക്ലാസിക്, സെലക്ട്, എലൈറ്റ്, ബ്ലാക്ക്. ഇതാണ് ഈ 4 വേരിയൻറ്റുകളുടെ പേര്. ഇതിൽ എല്ലാ ഫെസിലിറ്റികളും ഇൻബിൽഡ് ആയിട്ട് വരുന്നത് ബ്ലാക്ക് എന്ന ടോപ്പ് വേരിയൻറ്റിനാണ്. ഈ പോളിസിയിൽ എന്തെല്ലാമാണ് കവർ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാ പോളിസികളും പോലെ എന്തെങ്കിലും അസുഖം മൂലമോ ആക്സിഡന്റ് മൂലമോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതാണ് ഈ പോളിസിയിലും കവർ ചെയ്യുന്നത്. മറ്റെല്ലാ പോളിസികളും പോലെ തന്നെ ഡോക്ടറിൻ്റെ ചാർജ്, കോസ്റ്റ് ഓഫ് ഫാർമസി, അനസ്തറ്റിസ്റ്റിൻ്റെ ചാർജ്, അതുപോലെ ICU, CCU ഇവയെല്ലാം തന്നെ ഈ ഒരു പ്രോഡക്റ്റിലും കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രത്യേകതയാണ്, ഒരു ഹോസ്പിറ്റലിൽ 2 മണിക്കൂറെങ്കിലും നിങ്ങൾ അഡ്മിറ്റ് ആയാൽ അതും നിങ്ങൾക്ക് ഈ ഒരു പോളിസിയിൽ കവർ ആകുന്നതാണ്. പക്ഷേ ഒബ്സർവേഷനിലാണെങ്കിൽ ഇത് കവർ ചെയ്യുന്നില്ല. ഇതിൻ്റെ സം ഇൻഷുർഡ് എത്ര എന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അൺലിമിറ്റഡ് സം ഇൻഷുർഡ് ആണ്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു എമൗണ്ട് പറയേണ്ടതായിട്ട് വരുന്നില്ല. അതുതന്നെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് നിവാബൂപ്പ റീഅഷ്യൂർ 3.0യിലെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് നമ്മൾ നോക്കുന്നത് ഈ പോളിസിയിലെ റൂം കാറ്റഗറിയാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു 4 വേരിയന്റുകളിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിവാബൂപ്പ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിലെ ആദ്യത്തെ പ്രോഡക്റ്റായ ക്ലാസിക്കിൽ ജനറൽ വാർഡാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ വേരിയന്റായ സെലക്റ്റിൽ ട്വിൻ ഷെയറിംഗ് റൂമും, മൂന്നാമത്തെ വേരിയന്റായ എലൈറ്റിൽ ഡീലക്സ് റൂമും സ്യൂട്ട് റൂമും ഒഴികെ ബാക്കി ഏത് റൂമും ഉപയോഗിക്കാം. എന്നാൽ ടോപ്പ് വേരിയന്റായ ബ്ലാക്കിൽ ഏത് റൂം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഈ പോളിസിയുടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്നാൽ 145 പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഒരു ചെറിയ പ്രീമിയം അടയ്ക്കുന്നതിലൂടെ ഡേ 1 മുതൽ കവർ ആകും. നമുക്കറിയാം, മിക്ക പോളിസികളിലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന് വെയിറ്റിംഗ് പീരീഡുകളുണ്ട്. അതുപോലെ തന്നെ ആ വെയിറ്റിംഗ് പീരീഡുകൾ നമുക്ക് കുറയ്ക്കാനും സാധിക്കും ഒരു എക്സ്ട്രാ പ്രീമിയം അടയ്ക്കുന്നത് വഴി. ഇവിടെ 145 പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് കമ്പനി ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ പ്രീമിയം അടയ്ക്കുന്നത് വഴി ഡേ 1 മുതൽ നിങ്ങൾക്ക് കവറേജ് ലഭിക്കുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ആംബുലൻസ് ഫെസിലിറ്റി നോക്കാം. എയർ ആംബുലൻസും റോഡ് ആംബുലൻസ് ഫെസിലിറ്റിയുമാണ് ഇതിൽ വരുന്നത്. എയർ ആംബുലൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താൻ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ വിമാനം ഉപയോഗിക്കേണ്ട സിറ്റുവേഷനാണ് എയർ ആംബുലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നിവാബൂപ്പയുടെ റീഅഷ്യൂർ 3.0യിൽ ആദ്യത്തെ 2 വേരിയന്റുകളായ ക്ലാസിക്കിലും സെലക്റ്റിലും ഈ ഒരു ഫെസിലിറ്റി ലഭിക്കുന്നില്ല. എന്നാൽ അടുത്ത 2 വേരിയന്റുകളായ എലൈറ്റ്, ബ്ലാക്ക് എന്നിവയിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷന് വേണ്ടിയിട്ട് എയർ ആംബുലൻസിനായി 5 ലക്ഷം രൂപ വരെ കമ്പനി അനുവദിക്കുന്നുണ്ട്. അതുപോലെ റോഡ് ആംബുലൻസിന്റെ കാര്യമാണെങ്കിൽ ആദ്യത്തെ 2 വേരിയന്റായ എലൈറ്റിലും ക്ലാസിക്കിലും 2000 രൂപയാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിഷന് ആംബുലൻസ് ചെലവിനായി ലഭിക്കുക. എന്നാൽ ടോപ്പ് വേരിയന്റുകളായ എലൈറ്റിനും ബ്ലാക്കിനും എത്ര രൂപയാണോ ആംബുലൻസ് ചാർജസ് ആയിട്ട് ആവുന്നത് ആ തുക മുഴുവൻ തന്നെ കമ്പനി നൽകും. അടുത്തത് ഡേ കെയർ ട്രീറ്റ്മെന്റിന്റെ കാര്യം നോക്കാം. ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്നാൽ ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ചികിത്സ. ഉദാഹരണത്തിന് കാറ്ററാക്ട് സർജറി. ഈ ഒരു സർജറിക്ക് ഒരു ദിവസം മതിയാവും, ഹോസ്പിറ്റൽ അഡ്മിഷൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഡേ കെയർ പ്രൊസീജിയർ എല്ലാം നിവാബൂപ്പ റീഅഷ്യൂർ 3.0 ഇൻബിൽറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ട്.
ഡേ കെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ പറയേണ്ട മറ്റൊരു ട്രീറ്റ്മെൻറ്റാണ് മോഡേൺ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഹോസ്പിറ്റലുകളിൽ മോഡേൺ ട്രീറ്റ്മെൻറ്റ് ഫേമസ് ആയി കഴിഞ്ഞു. ഉദാഹരണത്തിന് റോബോട്ടിക് സർജറി ഒരു മോഡേൺ ട്രീറ്റ്മെൻ്റ് ആണ്. നിവാബൂപ്പ റിയഷോ 3.0യുടെ ആദ്യ 2 വേരിയൻറ്റുകളായ ക്ലാസിക്കിലും സെലക്റ്റിലും 1 ലക്ഷം രൂപ വരെ കമ്പനി അനുവദിച്ചിട്ടുണ്ട് മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾക്കായി. എന്നാൽ ടോപ്പ് വേരിയൻറ്റുകളായ എലൈറ്റിലും ബ്ലാക്കിലും എത്രയാണോ ഈ മോഡേൺ ട്രീറ്റ്മെൻറ്റിനാകുന്ന തുക അത് മുഴുവനും കമ്പനി തന്നെ വഹിക്കും. മോഡേൺ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനിയുള്ള ഫ്യൂച്ചർ ട്രീറ്റ്മെൻറ്റുകളാണ് കേട്ടോ. അടുത്തത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്നാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ഉള്ള ചിലവ്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന് ശേഷം ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള ചിലവുകൾ. ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ 60 ദിവസവും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 180 ദിവസവുമാണ്. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് 60 ദിവസം വരെയുള്ള നിങ്ങളുടെ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ മെഡിസിൻ ചിലവുകളെല്ലാം കമ്പനി വഹിക്കുന്നതാണ്. അതുപോലെ തന്നെ അഡ്മിറ്റായി ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള 180 ദിവസത്തെ മെഡിസിൻ ചിലവും കൺസൾട്ടേഷൻ ചിലവും കമ്പനി വഹിക്കുന്നതാണ്. ഇതാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചിലവുകൾ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ നമുക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി കിട്ടുമെങ്കിലും പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് നമുക്ക് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആ തുക അടച്ചിരിക്കണം. അതിനുശേഷം നമുക്കിത് കമ്പനി തിരികെ നൽകും. ഇനി ഓർഗൻ ഡൊണേഷൻ്റെ കാര്യം നോക്കാം. നിങ്ങളൊരു ഓർഗൻ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലെയിം അപ്രൂവ് ആയാൽ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെ ചിലവ് കൂടി കമ്പനി വഹിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചിലവും കമ്പനി വഹിക്കും. എന്നാൽ ഓർഗൻ്റെ എമൗണ്ട് കമ്പനി വഹിക്കുന്നതല്ല. നിങ്ങൾക്ക് അവിടെ ആ ഓർഗൻ റിമൂവൽ അല്ലെങ്കിൽ ഓർഗൻ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ശസ്ത്രക്രിയയുടെ എമൗണ്ടാണ് കമ്പനി വഹിക്കുക. അടുത്തത് ഹോം കെയർ അല്ലെങ്കിൽ ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ്. ഹോം കെയർ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. ഡോക്ടറിൻ്റെ സമ്മതത്തോടു കൂടി വീട്ടിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനെയാണ് ഹോം കെയർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡോക്ടറിൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. ഈ ഹോം കെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവും കമ്പനി പൂർണ്ണമായും വഹിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിവാബൂപ്പ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫീച്ചറായിരുന്നു ലോക്ക് ദ ക്ലോക്ക്. നമുക്കറിയാം നമ്മളുടെ പ്രീമിയം കണക്ക് കൂട്ടുന്നത് നമ്മുടെ ഒരു ഏജ് സ്ലാബ് വെച്ചിട്ടാണ്. അതായത് നമ്മളിപ്പോഴുള്ള ഏജ് സ്ലാബിൽ നിന്നും അടുത്ത ഏജ് സ്ലാബിലേക്ക് മാറുമ്പോൾ ചെറിയൊരു പ്രീമിയം കൂടുതൽ അടയ്ക്കേണ്ടതായിട്ട് വരും. എന്നാൽ ലോക്ക് ദ ക്ലോക്ക് എന്ന ഫീച്ചറിലൂടെ നമ്മൾ ആദ്യം അടച്ച ആ ഒരു പ്രീമിയം എമൗണ്ട് തന്നെ തുടർന്നും അടച്ചാൽ മതി. നമ്മളുടെ ഏജ് സ്ലാബ് വ്യത്യാസം വന്നാലും വന്നില്ലെങ്കിലും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഫസ്റ്റ് ക്ലെയിം വരെ മാത്രം. അതായത് നമുക്ക് ഫസ്റ്റ് ക്ലെയിം എന്നുണ്ടാവുന്നോ അന്ന് വരെ നമ്മൾ ആദ്യം അടച്ച ആ ഒരു പ്രീമിയം എമൗണ്ട് മാത്രം അടച്ചാൽ മതി. പ്രീമിയത്തിൽ ഒരു ചേഞ്ചസും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഈ 4 വേരിയൻറ്റുകളിൽ ലോക്ക് ദ ക്ലോക്ക് ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളത് അവസാനത്തെ ടോപ്പ് ആയിട്ടുള്ള 2 വേരിയൻറ്റുകൾക്കാണ്. അതായത് എലൈറ്റ്, ബ്ലാക്ക് എന്നീ വേരിയൻറ്റുകൾക്ക് മാത്രമാണ്. ക്ലാസിക്കിലും സെലക്റ്റിലും ഇത് ഇൻബിൽട്ട് ആയിട്ട് വരുന്നില്ല. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിവാബൂപ്പയുടെ മൊബൈൽ ആപ്പ്. നിങ്ങൾ പോളിസി എടുത്തതിന് ശേഷം നിവാബൂപ്പയുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് സ്മാർട്ട് വാച്ചുമായി കണക്ട് ചെയ്ത് ഡെയിലി ഒരു നിശ്ചിത സ്റ്റെപ്സ് നടന്നാൽ നിങ്ങൾക്ക് കുറച്ച് പോയിന്റുകൾ ലഭിക്കും. അത് നിങ്ങൾക്ക് ആപ്പിൽ കാണാനും സാധിക്കും. ഈ പോയിന്റുകൾ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് അടുത്ത റിന്യൂവലിന് നിങ്ങളുടെ പ്രീമിയം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കസ്റ്റമേഴ്സിനെ എല്ലാ ദിവസവും നടത്തി നല്ല ഒരു ആരോഗ്യം വാഗ്ദാനം ചെയ്യുക എന്നതിൻ്റെ ഉദ്ദേശമാണ് നിവാബൂപ്പ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആപ്പിൽ ഒരു സർപ്രൈസ് ബെനിഫിറ്റും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആപ്പ് വഴി നമുക്ക് ആംബുലൻസ് ബുക്കിംഗ്, ഫാർമസി, സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷൻ ഇവയൊക്കെ തന്നെ ബുക്ക് ചെയ്യാവുന്നതുമാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് സെക്കൻഡ് ഒപ്പീനിയൻ. നമ്മളിതൊക്കെ സ്ഥിരം ചെയ്യുന്നതാണ്. ഒരു ഡോക്ടർ നമുക്കൊരു സർജറിയോ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറോ പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡോക്ടറിനോട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ കമ്പനി തന്നെ അതിനൊരു അവസരം ഉണ്ടാക്കി തരികയാണ്. നമുക്ക് ഡോക്ടർ എന്തെങ്കിലും ഒരു ശസ്ത്രക്രിയ വല്ലതും പ്രിസ്ക്രൈബ് ചെയ്താൽ നമുക്ക് നിവാബൂപ്പയിൽ തന്നെയുള്ള ഡോക്ടേഴ്സിനോട് സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാവുന്നതാണ്. ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടുള്ള ഗുണം ആ ഒരു സർജറി അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ സത്യത്തിൽ നമുക്ക് ആവശ്യമാണോ എന്ന് ഒന്നുകൂടെ ചിന്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയുള്ളൊരു മറ്റൊരു ഫെസിലിറ്റിയാണ് ഇ കൺസൾട്ടേഷൻ. നമുക്കറിയാം
നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ എല്ലാവരും അനുഭവിച്ചതാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ ചെയ്ത് ഒരു ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യാമായിരുന്നു. അതിനാണ് ഈ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിവാബൂപ്പ റിയഷോ 3.0യിലും ഈ ഒരു ഫെസിലിറ്റി കമ്പനി നൽകുന്നുണ്ട്. നമുക്ക് ഡോക്ടറിനെ ഫോണിലൂടെ കൺസൾട്ട് ചെയ്ത് മെഡിസിൻസും അതുപോലെ ബാക്കി കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, മുമ്പേ സെക്കൻഡ് ഒപ്പീനിയൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിന് ഒരു ലിമിറ്റ് കമ്പനി പറയുന്നുണ്ട്. ഒരു പോളിസി ഇയറിൽ ഒരു തവണ മാത്രമേ ഈ സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഫെസിലിറ്റി എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് നിവാബൂപ്പ റിയഷോ 3.0യിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന റൈഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ഇൻബിൽഡ് ആയിട്ട് ഈ ഒരു പോളിസിയിൽ വരുന്നതാണ്. ഇനിയുള്ളത് നമ്മൾ എക്സ്ട്രാ പ്രീമിയം കൊടുത്ത് ആഡ് ചെയ്യേണ്ട ഫെസിലിറ്റികളാണ്. ഒന്നാമത്തെ റൈഡറാണ് ആനുവൽ ചെക്കപ്പ്. ഒരു ചെറിയ പ്രീമിയം കൂടുതൽ അടയ്ക്കുന്നതിലൂടെ നമുക്ക് വർഷത്തിൽ ഒരിക്കൽ ഒരു ആനുവൽ ചെക്കപ്പ് നടത്താൻ കമ്പനി അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിവാബൂപ്പയുടെ ബാക്കിയുള്ള പ്രോഡക്റ്റുകളിലെല്ലാം ഇത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നതായിരുന്നു. പക്ഷേ റിയഷോ 3.0യിൽ ഇത് എക്സ്ട്രാ റൈഡറായിട്ട് ആഡ് ചെയ്യേണ്ടതാണ്. അടുത്ത ഒരു റൈഡറിൻ്റെ പേരാണ് നിവാബൂപ്പ 1. ഈ നിവാബൂപ്പ 1ൽ 3 ഫീച്ചറുകളാണുള്ളത്. ഒന്നാമത്തെ ഫീച്ചറാണ് ഡെഡിക്കേറ്റഡ് ലൈൻ. ഡെഡിക്കേറ്റഡ് ലൈൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്ലെയിമോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പോളിസിയിൽ മറ്റൊരാളെ ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ട പേപ്പർ വർക്ക്സ് വരുന്ന സമയത്ത് നമുക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ടീം അവിടെ ഉണ്ടാവും. അതാണ് ഡെഡിക്കേറ്റഡ് ലൈൻസ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു റൈഡർ എടുക്കുന്നത് വഴി നമുക്ക് പ്രോസസ്സിംഗ് ടൈം, പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന സമയം വളരെ ചുരുക്കം മാത്രം മതിയാവും. രണ്ടാമത്തെ ഫീച്ചറാണ് പ്രയോറിറ്റി ക്ലെയിംസ്. നമുക്കൊരു ക്ലെയിം വരികയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ പേപ്പർ വർക്ക്സും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷേ പ്രയോറിറ്റി ക്ലെയിംസ് വഴി നമ്മളുടെ പേപ്പർ വർക്ക് നോർമൽ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു പ്രയോറിറ്റിയിൽ ചെയ്ത് കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സമയം വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. മൂന്നാമത്തേതാണ് എക്സിക്യൂട്ടീവ് ഹെൽത്ത് അസസ്മെൻറ്റ്. ഒരു കോംപ്രിഹെൻസീവ് ഫുൾ ബോഡി ചെക്കപ്പ് നിവാബൂപ്പ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിവാബൂപ്പ 1 എന്ന റൈഡർ ആഡ് ചെയ്യുന്നത് വഴി നമുക്ക് ബാക്കിയുള്ള കസ്റ്റമേഴ്സിനേക്കാളും കുറച്ചുകൂടെ വേഗത്തിൽ പേപ്പർ വർക്ക്സും ക്ലെയിമും എല്ലാം പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നതാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു കസ്റ്റമർ സർവീസ് ടീം അവിടെ പ്രത്യേകമായി പ്രവർത്തിക്കുന്നതാണ്. അടുത്ത റൈഡറാണ് ഹോസ്പിറ്റൽ ക്യാഷ്. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ 30 ദിവസം വരെ കമ്പനി നമുക്കൊരു ഫിക്സഡ് എമൗണ്ട് എല്ലാ ദിവസവും തരും. ഇത് ക്ലാസിക്കിലും സെലക്റ്റിലും പ്രതിദിനം 1000 രൂപയും എലൈറ്റിലും ബ്ലാക്കിലും ഡെയിലി 2000 രൂപയുമാണ് കമ്പനി തരുന്നത്. അടുത്ത ഒരു റൈഡറാണ് കോ പേയ്മെൻറ്റ്. സാധാരണ ഈ കോ പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് നമ്മളുടെ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കോ പേയ്മെൻറ്റ് എന്നാൽ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് ഒരു ശതമാനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 10 മുതൽ 50 വരെ അങ്ങനെ ഏത് ശതമാനം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരു ശതമാനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഓരോ ഹോസ്പിറ്റൽ കേസിനും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ക്ലെയിമിനും കോ പേയ്മെൻറ്റ് എമൗണ്ട് നമ്മളും ബാക്കി എമൗണ്ടാണ് കമ്പനി അടയ്ക്കുന്നത്. ഉദാഹരണത്തിന് 20% കോ പേയ്മെൻറ്റ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹോസ്പിറ്റൽ ബില്ല് വന്നാൽ ആ ബില്ലിൻ്റെ 20% നമ്മളും ബാക്കി 80%മാണ് കമ്പനിയും അടയ്ക്കുന്നത്. ഇത് എല്ലാ ക്ലെയിമിനും ബാധകമാണ്. അടുത്തത് പേഴ്സണൽ ആക്സിഡൻറ്റ് ബെനിഫിറ്റ്. ഈ ഒരു റൈഡർ വഴി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി മരണപ്പെടുകയോ പെർമനൻറ്റ് ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ പാർഷ്യൽ ഡിസബിലിറ്റിയോ ഉണ്ടായാൽ നമുക്ക് ഒരു തുക ലഭിക്കും. ഇത് ക്ലാസിക്കിൽ ലഭിക്കുന്നത് 5 ലക്ഷം രൂപയാണ്, സെലക്റ്റിൽ 10 ലക്ഷം രൂപയും എലൈറ്റിൽ 50 ലക്ഷവും ബ്ലാക്ക് എന്ന് പറഞ്ഞ ടോപ്പ് വേരിയൻറ്റിൽ 1 കോടി രൂപയുമാണ് കമ്പനി നൽകുന്നത്. സേഫ് ഗാർഡ് പ്ലസ് എന്നാണ് അടുത്ത റൈഡറിൻ്റെ പേര്. കൺസ്യൂമബിൾസ്, അതായത് നമ്മുടെ മാസ്ക്, PPE കിറ്റ്, സിറിഞ്ചസ്, ഗ്ലൗസ് ഇതെല്ലാം കവർ ചെയ്യുന്ന, ഇതിൻ്റെ എല്ലാം കോസ്റ്റ് കവർ ചെയ്യുന്ന ഒരു റൈഡറാണിത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരു റൈഡർ ഫെസിലിറ്റി ആയിട്ടാണ് നിവാബൂപ്പ റിയഷോ 3.0യിൽ വന്നിരിക്കുന്നത്. ബോർഡർലെസ് എന്നാണ് അടുത്ത റൈഡറിൻ്റെ പേര്. ലോകത്ത് എവിടെ പോയി ചികിത്സ തേടാനും ഈ ഒരു റൈഡർ നമ്മളെ അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും താഴ്ന്ന വേരിയൻ്റായ ക്ലാസിക്കിൽ ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നില്ല. രണ്ടാമത്തെ വേരിയൻ്റായ സെലക്റ്റിൽ 10 ലക്ഷം രൂപയും മൂന്നാമത്തെ വേരിയൻ്റായ എലൈറ്റിൽ 50 ലക്ഷം രൂപയും ടോപ്പ് വേരിയൻ്റായ ബ്ലാക്കിൽ 5 കോടി രൂപയുമാണ് ഈ ഒരു ഫെസിലിറ്റിക്കായി കമ്പനി നൽകുന്നത്. ഇതിന് കോ പേയ്മെൻറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഏത് പ്രായക്കാർക്കാണ് ഇനി ഈ പോളിസി എടുക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. 91 ദിവസം മുതൽ 99 വയസ്സ് വരെയുള്ളവർക്ക് ഈ പോളിസി എടുക്കാം. നമുക്കറിയാം 91 ദിവസമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണല്ലോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ
ഒരു അഡൾട്ടിന് എൻട്രി ചെയ്യാനുള്ള ഏജ് 18 വയസ്സാണ്. നിവാബൂപ്പ റീഅഷ്യൂർ 3.0 ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻഡിവിജ്വൽ പോളിസിയായും ഫാമിലി ഫ്ലോട്ടർ പോളിസിയായും അതുപോലെ മൾട്ടി ഇൻഡിവിജ്വൽ പോളിസിയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. ഫാമിലി ഫ്ലോട്ടർ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ പ്രൊപ്പോസർ, സ്പൗസ് കൂടെ 4 കുട്ടികളെ നമുക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ആഡ് ചെയ്യാം. മൾട്ടി ഇൻഡിവിജ്വൽ പോളിസിയിൽ സ്പൗസ്, കുട്ടികൾ, ഫാദർ, ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, എംപ്ലോയേഴ്സ് ഇങ്ങനെ ആരെയും വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലെ സം ഇൻഷുർഡ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അൺലിമിറ്റഡ് സം ഇൻഷുർഡ് ആണ്. അതുകൊണ്ട് സം ഇൻഷുർഡ് എത്ര എന്നൊരു ചോദ്യത്തിന് ഈ ഒരു പ്രോഡക്റ്റിന് പ്രാധാന്യമില്ല. പോളിസി ടേം വരുന്നത് 1 വർഷം മുതൽ 5 വർഷം വരെയാണ്. അതായത് നിങ്ങൾക്ക് ഒരുമിച്ച് 1 വർഷത്തെയോ 2 വർഷത്തെയോ 3 വർഷത്തെയോ അങ്ങനെ 5 വർഷം വരെയുള്ള പ്രീമിയം ഒരുമിച്ച് അടയ്ക്കാവുന്നതാണ്. ഒരുമിച്ച് പ്രീമിയം അടയ്ക്കുമ്പോൾ ഓരോ വർഷവും ഒരു നിശ്ചിത ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഈ പോളിസി എടുക്കാൻ ഒരു പ്രീ മെഡിക്കൽ ചെക്കപ്പ് ആവശ്യം വരുന്നില്ല. നമ്മൾ പോളിസിക്ക് പ്രപ്പോസൽ വെച്ചതിന് ശേഷം അണ്ടർ റൈറ്റിംഗ് ടീം റിവ്യൂ ചെയ്ത് ആവശ്യമെങ്കിൽ മാത്രം നമ്മളുടെ അടുത്തുള്ളൊരു ലാബിൽ പോയി നമ്മൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. എന്നാൽ പോളിസി ഇഷ്യൂ ആയതിനു ശേഷം ചില കൂട്ടർക്ക് പ്രീ മെഡിക്കൽ സ്ക്രീനിങ് ആവശ്യമായി വരാം. നമ്മളുടെ പ്രായം, മെഡിക്കൽ കണ്ടീഷൻസ് ഇവയൊക്കെ അനുസരിച്ചാണ് അണ്ടർ റൈറ്റിംഗ് ടീം പ്രീ മെഡിക്കൽ സ്ക്രീനിങ് ആവശ്യമോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് ഈ പോളിസിയുടെ ഡിസ്കൗണ്ടിൻ്റെ കാര്യങ്ങൾ ഒന്ന് നോക്കാം. 2.5% റിന്യൂവൽ ഡിസ്കൗണ്ടും, എടുക്കുന്ന വ്യക്തി നിവാബൂപ്പ എംപ്ലോയി ആണെങ്കിൽ 10% ഡിസ്കൗണ്ടും, NRI ആണെങ്കിൽ 15% ഡിസ്കൗണ്ടും, കസ്റ്റമർ ഒരു ഡോക്ടർ ആണെങ്കിൽ 5% ഡിസ്കൗണ്ടുമാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. നിവാബൂപ്പ റീഅഷ്യൂർ 3.0യുടെ പോളിസി ടേം 5 വർഷമാണ് എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും നമുക്ക് ലൈഫ് ലോങ് ഇത് റിന്യൂ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് നിവാബൂപ്പയുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റായ റീഅഷ്യൂർ 3.0യെ പറ്റിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് സം ഇൻഷുർഡ് തന്നെയാണ്. പിന്നെ 4 വേരിയൻ്റ് ആണ്. 4 വേരിയൻറ്റിനും വ്യത്യാസങ്ങളുണ്ട്. എല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു എന്ന് തന്നെ കരുതുന്നു. ഈ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഏതാണ് ഒരു പോളിസി എടുക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷനിലാണെങ്കിൽ തീർച്ചയായും ഞങ്ങളെ വിളിക്കൂ. നിങ്ങൾക്ക് പറ്റുന്ന ഒരു പോളിസി ഞങ്ങൾ സജസ്റ്റ് ചെയ്തു തരാം. താങ്ക് യു.